എല്ലാവർക്കും നമസ്കാരം. ഇത് ഫിലിം സ്റ്റോറി മാൻ മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഉന്മാദം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഷാഹി കബീറിൻ്റെ തിരക്കഥയിൽ കിരൺദാസ് ഒരുക്കിയ അർജുൻ സേതു എന്ന DOP ക്യാമറമാൻ്റെ ഇതിൽ എടുത്ത ഈ ചിത്രം, ഉന്മാദം എന്ന ചിത്രം വളരെ മനോഹരമാണ്. കാരണം ആ ചിത്രം ഇറങ്ങി അടുത്ത ഷോക്ക് തന്നെ ജനസാഗരങ്ങളാണ് തിയേറ്ററിലോട്ട് കയറുന്നത്. കാരണം ആ ചിത്രം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചിത്രമാണ്. കുഞ്ചാക്കോവനെ അനിയത്തിപ്പാവുവിൽ കാണാൻ തുടങ്ങി ആണെങ്കിലും, കാരണം അദ്ദേഹം വേറിട്ട കഥാപാത്രങ്ങൾ ഈ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലീസ് സ്റ്റോറി ആണെങ്കിലും നമുക്ക് കുഞ്ചാക്കോവനെ അതിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. കാരണം കുഞ്ചാക്കോവൻ അങ്ങനൊരു പോലീസ് കഥാപാത്രം ആകുമെന്ന് മുൻകാലങ്ങളിൽ ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ തിരക്കഥാകൃത്തിൻ്റെയും ഡയറക്ടറിൻ്റെയും മേൽനോട്ടത്തിൽ, കാരണം അവരുടെ പരിശീലനത്തിൽ അദ്ദേഹം നല്ലൊരു പോലീസ് കഥാപാത്രങ്ങളെ ഇപ്പോൾ ഈ അടുത്ത് ചെയ്തത്. കുഞ്ചാക്കോവന്റെ ഏറ്റവും നല്ല പിക്ചറുകളിൽ ഒന്നായിട്ട് തോന്നി. അടിപൊളി. എങ്ങനെയായിരുന്നു സിനിമ? അതിലും വേറിട്ടൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കോൺസ്റ്റബിൾ കഥാപാത്രം, ഒരു ഫാമിലി ആയിട്ടുള്ള രണ്ട് കുട്ടികളുടെ പിതാവായിട്ടുള്ള ആ ഒരു മേഖലയിലോട്ടാണ് ഇപ്പോൾ നമ്മുടെ കുഞ്ചാക്കോവൻ പോയിരിക്കുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് നായികയാണെങ്കിൽ ഒന്നും പറയാനില്ല. കാരണം അത് ലിജി മോൾ എന്ന് പറയുന്ന നായിക മലയാളത്തിന് നല്ലൊരു നായികയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള കഥ. ഇതിൽ പറയുകയാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ, കാരണം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പോലീസ് കാസ്റ്റിംഗ് എല്ലാം അടിപൊളിയാണ്. കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പോലീസുകാരാണ് അവർ എടുത്തിരിക്കുന്നത്. കാരണം ഓരോ പോലീസ് സ്റ്റേഷനിൽ നമുക്കിപ്പോൾ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഓരോ പോലീസുകാരുടെ രീതിയും മറ്റും ഒക്കെ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ഈ ഉന്മാദം എന്ന ചിത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഈ ഉന്മാദം എന്ന പേര് തന്നെ മലയാളത്തിൽ പല പല അർത്ഥങ്ങളുള്ള ലഹരി, അതിസന്തോഷം, അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ പല പല അർത്ഥങ്ങളായി ഉന്മാദം. എന്തായാലും ഉന്മാദം എന്ന പേര് ഈ ചിത്രത്തിൽ യോജിച്ച കറക്റ്റായിട്ടുള്ളൊരു പേര്. ആ ചിത്രത്തിൻ്റെ കഥയ്ക്കനുസരിച്ച് ഇട്ട പേര് തന്നെയാണ്. ഏതായാലും കിരൺദാസിന് അതിൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം ഈ പേര് അദ്ദേഹം ഇട്ടത് ഈ ചിത്രത്തിൻ്റെ കഥയിലെ കാര്യങ്ങൾ കൊണ്ടാണ് ഓരോ പടത്തിലും പേര് നിർദ്ദേശിക്കുന്നത്. എന്തായാലും അതിമനോഹരമായ ചിത്രം. ഇതിൽ നമുക്ക് പോലീസുകാരുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നത്, അതായത് ഇപ്പോൾ ഒരു അവിഹിതം പിടിക്കുമ്പോൾ പോലീസ് ഓഫീസർ പറയുന്നത്, എന്തിനാണ് വെറുതെ രണ്ട് കുടുംബക്കാരെ കലക്കുന്നത്? കാരണം ഈ പോലീസ് ഓഫീസർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് പേരുടെ കുടുംബജീവിതം തകരാറിലാവും. ഇത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സിനിമയിലും കാണിക്കാത്ത ഒരു സംഭവമാണ് ഇതിൽ ഈ കിരൺദാസ് എന്ന ഡയറക്ടറും തിരക്കഥാകൃത്തും കാണിച്ചിരിക്കുന്നത്. കാരണം അത് ശരിയാണ് ആ പറയുന്നത്. കാരണം പോലീസ് ചില കേസുകളൊക്കെ അവർ ഒഴിവാക്കി വിടുന്നത് വേറെ ഒന്നുമല്ല, കുടുംബ ബന്ധങ്ങളായിട്ട് ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ചിലതൊക്കെ കണ്ടെടുക്കും. കാരണം അതിൻ്റെ പുറകെ പിടിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. കാരണം രണ്ട് കുടുംബങ്ങൾ തകരുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കും നമ്മൾ പിന്നീട് കാണുന്നത്. ചിലപ്പോൾ ആത്മഹത്യകൾ വരാം, മക്കളെ പിരിയാം, അങ്ങനെ വ്യത്യസ്ത രണ്ട് തരത്തിൽ പല. ഇപ്പോൾ 4 പേരാണെങ്കിൽ 4 വഴിക്കാകാം. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ഹൊറർ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ളത്, ഇപ്പോൾ സർവ്വമായയിലൊക്കെ കണ്ടുപോലെ ഒറ്റ സീക്വൻസ് ഉണ്ട് അതിൽ ഒരു പേടിപ്പെടുത്തണം. അത് വളരെ അതിമനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ DOP അർജുൻ സേതു നല്ല വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ BGM ആണെങ്കിൽ സൂപ്പറാണ്. കാരണം നിങ്ങൾ ചിത്രം കാണണം. കാരണം അത്രയ്ക്കും പടം തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യമേ എന്താണ് ഈ കഥ എങ്ങാടാൻ പോകണമെന്നുള്ളത് ചോദിക്കും. ഒരു മടിയനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ആ കഥ പോയി ആളുകളെ ത്രില്ലടിപ്പിക്കുന്ന അടുത്ത സീൻ എന്താണെന്നുള്ള ആകാംക്ഷയിലോട്ട് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഈ കുടുംബം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് മുമ്പോട്ട്. ഒരു ഭാര്യ ജോലിയെടുക്കാൻ കഷ്ടപ്പെടുന്നു, ഭർത്താവ് പോലീസ് ഉദ്യോഗസ്ഥ, അദ്ദേഹം സിനിമയുടെ പുറകെ നടക്കുന്നു. അപ്പോൾ നമുക്ക് പലരെയും നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട്. പക്ഷേ ഇത് കുഞ്ചാക്കോവൻ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താടിയുള്ളൊരു പോലീസുകാരൻ ഞാൻ അങ്ങനെ വിചാരിച്ചു പോസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ ശബരിമലൊക്കെ ആവാൻ വേണ്ടിയുള്ള പോലീസിൻ്റെ ഇതാണ് എന്ന് ആലോചിച്ചു പോയി. പക്ഷേ അതിൻ്റെ കാരണവും പറയുന്നുണ്ട്, എന്താണ് താടി ഇങ്ങനെ വളർത്തുന്നത്. എന്തായാലും കുഞ്ചാക്കോവൻ ഒരു അതിമനോഹരമായ ഒരു കഥാപാത്രം അദ്ദേഹം ചെയ്തിരിക്കുന്നു. ആ രണ്ട് കുട്ടികൾ ബാലതാരങ്ങളൊക്കെ നല്ല സൂപ്പറാണ്. നമുക്ക് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയത്. ഇതിന് കുറച്ച് സന്ദേശങ്ങളും മെസ്സേജുകളും ഉണ്ട്. ഒരു കുടുംബം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ കാണിക്കുന്നു. ഇതിലൂടെ ഒരു കൊലപാതകത്തിൻ്റെ ചുരു അഴിയുന്നു. ഏതായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. അത്രയ്ക്ക് അതിമനോഹരമായ ചിത്രമാണ് ഉന്മാദം.
ഏതായാലും ഉന്മാദത്തിൻ്റെ എല്ലാ അണിയറ പ്രവർത്തികൾക്കും ഈ മനോജ് കൊച്ചിയുടെ അഭിനന്ദനങ്ങൾ നേരുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം. അത് ജെനുവിനായിട്ടൊരു സന്തോഷമാണ്. ഒരു നല്ല ഏറ്റവും ആദ്യം ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ സിനിമ കണ്ട് ആസ്വദിക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷമാണ് ഏറ്റവും ആദ്യം നിങ്ങളുമായിട്ട് പങ്കിടുന്നത്. അപ്പോൾ അതിന് കാരണക്കാരായ രണ്ടുപേരാണ് സംവിധായകൻ ഷാഹി, നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് പനോരമ സ്റ്റുഡിയോസിന്റെ രാജേഷ് ഉണ്ട്, പിന്നെ അഭിനവ്, പിന്നെ കൂടെ അഭിനയിച്ച ആൾക്കാർ എൻ്റെ ഫാമിലി, സിനിമയിലെ ഫാമിലി, ക്യാമറമാൻ ഉണ്ട്, ക്യാമറമാൻ വിളിച്ചിട്ട് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, സാബുമോനുണ്ട്, പിന്നെ നമ്മുടെ സിനിമ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. സോ അവരുടെ എല്ലാവരുടെയും പേരിൽ ഒരുപാട് നന്ദി. ഈ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇത് വെറും ഒരു കേക്ക് കട്ടിംഗ് അല്ല, ഞങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് പകർന്നു തരികയാണ്. ക്ലീശയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഈ അവസരത്തിൽ വെൽക്കം. സ്നേഹമുള്ള വിന മാത്രമേ ഉള്ളൂ, മനസ്സിലല്ലേ? രണ്ടു വാക്ക്. എല്ലാവരും സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടില്ലടാ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. ഇപ്പൊ എല്ലാവരും കാണുക. പറയാൻ സമ്മതിക്കും. പടം കണ്ടോ? പിന്നെ കണ്ടവർ ഓടുമെന്നാണോ പടം ഓടുമെന്നാണോ? അതാത് ക്ലിയർ ചെയ്യും. പടം ഓടുമെന്നാണ്. സന്തോഷം. നമ്മളൊരു വളരെ നടന്ന കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റിയൊരു ദിവസമാണെന്ന് നല്ലതാണെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. ഇനിയും എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണുക. സന്തോഷം. അതാണ്, അത്രേ ഉള്ളൂ. നല്ലൊരു സിനിമ ഇറങ്ങി അല്ലെങ്കിൽ എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഈ തിയേറ്ററിൽ നിന്നും പോകുന്നത്. ഇനിയുള്ള ഷോകൾ ഈ പറഞ്ഞവരുടെ അഭിപ്രായം കേട്ട് ആൾക്കാർ വന്ന് ഈ സിനിമ കാണുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിലാക്കണമെന്ന്. Mujib, the man behind the sound, the music. Thank you, man. Okay, so thank you very much. ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ മൊത്തം ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇതൊരു ഫാമിലി പടം കൂടെയാണ്. അപ്പോൾ സോ താങ്ക് യു ഫോർ ഓൾ ദ ലവ്. ഈ ഒരു കുടുംബത്തിനും ഈ സ്നേഹം നിങ്ങൾ തന്നതിന് താങ്ക് യു വെരി മച്ച് ഫ്രം മൈ ഹാർട്ട്സ്. അപ്പം നല്ല സിനിമയുടെ വാർത്തകൾ എല്ലാവരിലേക്ക് എത്തിക്കുക. താങ്ക് യു വെരി മച്ച്. കേക്ക് ഉണ്ടോ? നല്ല കേക്കാണ് കേട്ടോ. കേക്ക് കിട്ടിയത്